വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ എപ്പിസിയോട്ടമി സ്റ്റിച്ചസിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞ സ്റ്റിച്ചസ് എന്ന് പറയുന്നത് ഡെലിവറി സമയത്ത് ബേബിയുടെ ഹെഡ് പെട്ടെന്ന് പുറത്തേക്ക് വരാനായിട്ട് ഡോക്ടേഴ്സ് നമ്മുടെ വെജൈനയുടെ ഭാഗത്ത് ഒരു ചെറിയൊരു കട്ട് കൊടുക്കാറുണ്ട്. ആ ഡെലിവറിക്ക് ശേഷം ആ കട്ട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ചസിനെയാണ് എപ്പിസിയോട്ടമി സ്റ്റിച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സ്റ്റിച്ചസിൽ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട 5 ഇമ്പോർട്ടൻറ്റ് കാര്യംസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം കേട്ടോ. സോ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈജീൻ ആണ്. ഏറ്റവും വേണ്ടത് വൃത്തിയാണ്. അപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു പാർട്ട് കീപ്പപ്പ് ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്ത് ബ്ലീഡിംഗ് ഒക്കെ ആവുന്ന സമയത്ത് പാഡൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ചേഞ്ച് ചെയ്യുക. ആൻഡ് നമ്മൾ കുളിക്കുന്ന സമയത്താണ് നന്നായിട്ട് വാഷ് ചെയ്ത് പാഡ് ഡ്രൈ ചെയ്യുക, അതായത് ഒപ്പി മെല്ലെ എടുക്കുക, ഇട്ട് ഉരച്ച് തേക്കുകയൊന്നും ചെയ്യരുത്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓയിൻമെന്റ് അവിടെ കൃത്യമായി തേച്ച് കൊടുക്കുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ വരാതെ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് വളരെ ടൈറ്റ് ആയിട്ട് നമ്മൾ മുക്കിയിട്ട് അങ്ങനെ പോകില്ല, ആ ഒരു രീതിക്ക് ആവാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചോളാം. എങ്ങനെ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ ഫൈബർ, അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് സെർച്ച് ചെയ്തിട്ട് അത് നന്നായിട്ട് കഴിക്കുക. നമുക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ടൈറ്റ് ആയിട്ട് മാറിയെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ചസ് പൊട്ടിപ്പോവാനും അവിടെ ഭയങ്കരമായിട്ട് സ്വെല്ലിങ്ങും പെയിനൊക്കെ വരാനുള്ള സാധ്യത ഒരുപാടാണ്. അത് കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതെ നോക്കുക. ഇനി സപ്പോസ് ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് 2 ദിവസമായി ഒരാഴ്ചയായിട്ട് ടോയ്ലറ്റിൽ പോകാനുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ നേരിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ അവർ സ്റ്റൂൾ സോഫ്റ്റ്നർ എന്ന് പറഞ്ഞൊരു സംഭവം തരും. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോബ്ലം സോൾവ് ആവും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വളരെ ഹാർഡായിട്ട് നടക്കും ഓടും ഒന്നും ചെയ്യരുത്. ഒരു ടൈമിൽ ഒരു 1 month ടൈം എടുക്കാറുണ്ട് സാധാരണ ഈ സ്റ്റിച്ചസ് നന്നായിട്ട് ഉണങ്ങാനായിട്ട്. പക്ഷെ ഒരു 1 to 2 weeks എങ്കിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു കുഷൻ പോലെ അല്ലെങ്കിൽ ഒരു പില്ലോ ഒക്കെ അടിയിൽ വെച്ച്, തലയാണൊക്കെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം നമുക്ക് എന്തായാലും നല്ലവരില്ല. ആ സമയത്ത് ഒരിക്കലും നമ്മൾ സെക്ഷൽ കോണ്ടാക്റ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാവും ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു സ്റ്റിച്ച് ഒരു 1 to 2 weeks നമുക്ക് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും ആ സ്റ്റിച്ചിന്റെ ഭാഗത്ത് അല്ലേ. അപ്പോൾ ഇത് കുറച്ച് ഒരു ടൈം കൊടുക്കുന്നതാവും നല്ലത്. അപ്പം അതുവരെ സെക്ഷൽ കോണ്ടാക്ട് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലത്. ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ, ഒരിക്കലും ആ സ്റ്റിച്ചിൽ തിളച്ച വെള്ളം കോരി ഒഴിക്കരുത്. എൻ്റെ ഡോക്ടർ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ചൂടുവെള്ളം കൂടെ ഒഴിക്കേണ്ട, നോർമലായിട്ട് പച്ചവെള്ളം എടുത്ത് ഒഴിച്ച് വാഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ചില ആൾക്കാരെടുത്ത് പറഞ്ഞിട്ടുള്ളത് കുറച്ച് വാമായിട്ടുള്ള ഇളം ചൂടുള്ള വെള്ളമൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതും കുഴപ്പമില്ല കേട്ടോ, ഒരു റിലീഫൊക്കെ കിട്ടും. എന്നാൽ ഒരിക്കലും നാട്ടുകാരോ വീട്ടുകാരോ പറഞ്ഞു വിചാരിച്ചിട്ട് തിളച്ച വെള്ളം ആ ഭാഗത്ത് ഒഴിച്ച് കഴുകുകയോ ഉരക്കുകയോ ഒന്നും ചെയ്യരുത്. എന്തായാലും ആ സ്ഥലത്ത് സ്റ്റിച്ച് പൊട്ടിയിട്ട് ഇൻഫെക്ഷൻ ആവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഓൾസോ ഈ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കിനെ കാണുന്ന സമയത്ത് ഡോക്ടർക്ക് ഒന്ന് കൺസൾട്ട് ചെയ്തോളാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ ആ ഭാഗത്ത് നിന്ന് തരിപ്പിക്കുക എന്തോ ചെയ്യുന്നു. അതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതും കുറച്ച് അങ്ങനെ പെയിൻ ഇങ്ങനെ സ്റ്റാർട്ടായി വന്നു. ഒരു കടച്ചിൽ പോലെയൊക്കെയാണ് ആ ഭാഗത്ത് അങ്ങനെ സ്റ്റാർട്ടായി വന്നു. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് നടക്കാനും പിടിക്കാനൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ഒരു ദിവസമൊക്കെ നല്ല പെയിൻ വരും, നല്ല രീതിക്ക് പെയിൻ വന്നിട്ട് തന്നെയാണ് എൻ്റെ ബേബീനെ NICU അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 days എക്സ്ട്രാ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ആ സമയത്തൊക്കെ അങ്ങനെ ഈ പെയിൻ വെച്ചിട്ടാണ് ഞാൻ ഐസിയുലേക്ക് പോവുക വരിക, ഫീഡ് ചെയ്യാൻ പോകണല്ലോ ബേബീനെ. അങ്ങനെയൊക്കെ കുറേ അതൊക്കെ പറയണ വലിയ സ്റ്റോറിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് വന്ന ശേഷം കുറേ പേരുടെ അടുത്ത് നല്ല ചൂട് വെള്ളം എടുത്ത് ഒഴിക്കാൻ പറഞ്ഞു. ഞാനത് ചെയ്തില്ല. കാരണം എൻ്റെ ഡോക്ടർ 100 വട്ടം പറഞ്ഞിട്ടാണ് വിട്ടത് ഒരിക്കലും തിളച്ച വെള്ളം ഒഴിക്കേണ്ടതാണ്. തിളച്ച വെള്ളം ഒഴിച്ച് ഇൻഫെക്ഷൻ ആക്കിയിട്ട് വന്നാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറുന്നതാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. കാരണം മേബി കുറേ പേര് അങ്ങനെ ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാവുമല്ലോ ഡോക്ടേഴ്സ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു വിടുന്നത്, കുറേ വട്ടം പറഞ്ഞു വിടുന്നത്. അപ്പം ഞാൻ ഒരിക്കലും ആരൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആ കുളിച്ച് വന്ന ശേഷവും പിന്നെ ആ ഭാഗം ക്ലീൻ ചെയ്ത് പാഡ് നമ്മൾ ചേഞ്ച് ചെയ്യും. ആ സമയത്തൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഡ്രൈ ചെയ്ത ശേഷം
ഓയിൻമെൻറ്റ് തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, അന്ന് കിടക്കാനും എണീക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചത്, ഞാൻ നന്നായിട്ട് കെയർ ചെയ്തു. ആ ഒരു വൂണ്ട് ഞാൻ നല്ല രീതിക്ക് കെയർ ചെയ്തു. വളരെ എനിക്ക് പേടിയായിരുന്നു, കാരണം എനിക്ക് സ്റ്റിച്ചസ് ഒക്കെ ഇടുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ്. അപ്പം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതും നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ ആകുമ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ ഇതായിരുന്നു. കാരണം ആര് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല, ഡോക്ടർ പറയുന്നത് മാത്രം ഞാൻ കേട്ടുള്ളൂ. അങ്ങനെ എനിക്കൊരു 1 month ഒക്കെ ആവാനാവുമ്പോഴാണ് തോന്നുന്നു എൻ്റെ സ്റ്റിച്ച് അടർന്ന് അത് ഇളകി വിട്ട് തന്നെ വീഴുക ചെയ്തു എൻ്റെ സ്റ്റിച്ച്. എന്തായാലും സ്റ്റിച്ചസ് അവിടെ ഉള്ളിടത്തോളം കാലം നന്നായിട്ട് കെയർ ചെയ്യുക. എന്താ വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. വെറുതെ പേടിപ്പെടുത്താൻ പറയുന്നില്ല, എന്നാലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നടക്കാനും ഇരിക്കാനും ഒക്കെ നല്ല അൺകംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, അങ്ങനെ എനിക്ക് പഴുത്തിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ ജേണിയിൽ ഭാഗ്യം കൊണ്ട് ഞാൻ ആ കാര്യത്തിലൊക്കെ എനിക്ക് കുഴപ്പമില്ല. കാരണം അത് എൻ്റെ കെയറിങ് കൊണ്ട് മാത്രമാണ് എൻ്റെ മുറിവ് പഴുക്കാതെ ഇരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും പഴുത്തിട്ടുണ്ടാവും. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് ഇത് പഴുക്കുക എന്തെന്തോ ചെയ്തിട്ട് അവർക്ക് നന്നായിട്ട് ഫീവറൊക്കെ വന്ന് പെയിന് വന്ന് നടക്കാൻ പറ്റാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനൊരു വീഡിയോ എനിക്ക് എന്തുകൊണ്ടും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇത് ചെയ്യണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഡെലിവറി വരെ ശ്രദ്ധിക്കും, നന്നായിട്ട് ബോഡിയൊക്കെ നന്നായി കെയർ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓൺ ബേബീനെ മാത്രം കെയർ ചെയ്യും. നമ്മളായാലും ശരി, നമ്മുടെ സൊസൈറ്റി ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ചൊക്കെ കെയർ ചെയ്യണം. ഞാനങ്ങനെ എന്നെ കെയർ ഒന്നും ചെയ്യാത്ത ആളല്ല, പക്ഷെ എൻ്റെ ആ സ്റ്റിച്ചിനെങ്ങനെ നന്നായിട്ട് നോക്കി കേട്ടോ. അങ്ങനെ അതേപോലെ നിങ്ങൾ സെക്ഷൻ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്റ്റിച്ചസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കെയർ ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഇതാണ് അല്ലേ. നമ്മുടെ ആ സ്റ്റിച്ച് പഴുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ആ വേദന സഹിക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറയാണ്ട്, ഞാനൊരു ഫിസിഷ്യനോ ഡോക്ടറോ ഒന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞാൻ കുറേ പേര് ചോദിച്ചറിഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സപ്പോസ് ചില ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരുപാട് പേര് ഈ സ്റ്റിച്ച് പഴുത്തിട്ടും പൊട്ടിയിട്ടും ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ആൻഡ് ഓൾസോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. ഈ പറഞ്ഞ പോയിന്റ്സ് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ ലേഡീസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂ മോംസ് ആണ്, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കണ്ടന്റ്സ് ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ബൈ.